തിയോഫിനച്ചൻ ഈ പൊന്നുരുന്തി ആശ്രമത്തിലും പരിസരങ്ങളിലും ഒക്കെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വല്യച്ഛനായ വിശുദ്ധനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒത്തിരിയേറെ ആളുകൾ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഒത്തിരിയേറെ ദൈവാനുഭവം ലഭിച്ചുകൊണ്ട് കടന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി ആ കൂട്ടിലുണ്ടായിരുന്നു. ഇവിടെ തിയോഫിനച്ചൻ്റെ കൂടെ 4-5 വർഷം എൻ്റെ 7th സ്റ്റാൻഡേർഡ് മുതൽ SLC വരെ ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ശരീരം മറവ് ചെയ്തിട്ടുള്ള ആ കുഴിമാടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ദിവസവും വരികയും അനുഗ്രഹങ്ങൾ തേടുകയും. അതായത് അദ്ദേഹത്തിന് ഈ ബൈലൊക്കേഷൻ ആ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരേ സമയം തന്നെ 2 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക. അത് അനുഭവിച്ച വ്യക്തി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 10,000ങ്ങൾക്ക് വല്യച്ഛനായിരുന്ന തിയോഫിനച്ചനെ 2005 സഭ ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഏകദേശം 20 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ഫെബ്രുവരി 21 പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ ദൈവദാസൻ തിയോഫിനച്ചനെ ധന്യൻ എന്നുള്ള ആ പദവിയിലോട്ട് ഉയർത്തി. അതിൻ്റെ ആഘോഷം നമ്മുടെ ഈ ആശ്രമത്തിൽ നമ്മൾ നടത്തുവാൻ പോകുന്നത് ഏപ്രിൽ 26 രാവിലെ 10 മണിക്കാണ്. എല്ലാവരെയും ആ വിശുദ്ധ കർമ്മങ്ങളിലോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ധന്യനായ തിയോഫിനച്ചൻ ജനിച്ചത് 1913 കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ സ്ഥലത്ത് കൂടല്ലൂർ തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലായിരുന്നു. അവസാന ഹൈസ്കൂൾ വർഷങ്ങൾ എറണാകുളത്തുള്ള സെൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷമാണ് കപ്പുച്ചിൻ സഭയിലോട്ട് ചേരുന്നത്. ആ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് കപ്പുച്ചിൻ സഭയിലുള്ള ഫോർമേഷൻ നടത്തി. അതിനുശേഷം വിശുദ്ധ തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു. തിരുപ്പട്ടം സ്വീകരിച്ചതിന് ശേഷം ധന്യനായ തിയോഫിനച്ചന് വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തന മേഖലകളുണ്ടായിരുന്നു. കോട്ടഗിരിയിലുള്ള ഞങ്ങളുടെ ദൈവശാസ്ത്ര പീഠത്തിൻ്റെ ഒരു പ്രൊഫസറായിരുന്നു. കോട്ടഗിരിയിലുള്ള സെൻറ്റ് മാരീസ് എന്ന ഇടവകയുടെ വികാരിയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള തമിഴ് ഭക്തജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുകയും ഫ്രാൻസിസ്കൻ 3-ാം സഭ സ്ഥാപിച്ച് അവരെ ഫ്രാൻസിസ്കൻ ചൈതന്യത്തിലോട്ട് കൊണ്ടുവരുന്നതിനും അവിടെ വെച്ച് ധന്യൻ പരിശ്രമിക്കുകയുണ്ടായി. കേരളത്തിലോട്ട് കടന്നാൽ കുന്നത്ത് അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും നീണ്ട കാലയളവ് ശുശ്രൂഷ ചെയ്തിട്ടുള്ളത് പൊന്നുരുന്നിയിലാണ്. ഏകദേശം 9 വർഷത്തോളം. അദ്ദേഹം കോട്ടഗിരിയിലായിരിക്കുന്ന സമയത്ത് മേലധികാരികൾ ആവശ്യപ്പെട്ടു, എറണാകുളത്ത് എവിടെയെങ്കിലും ഒരു കപ്പുച്ചിൻ സാന്നിധ്യം ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരു ആശ്രമം പണിയണമെന്ന്. അദ്ദേഹം വന്ന് ആരംഭിച്ചത് അങ്ങ് വരവുകാടാണ്. വരവുകാട് വരുന്നതിന് ഒരു പ്രത്യേക കാരണവും ഉണ്ടായിരുന്നു. ധന്യനായ തിയോഫിനച്ചൻ്റെ ഒരു കസിനായിരുന്നു മോൺസിഞ്ഞോർ തോട്ടകത്ത്. അദ്ദേഹം അവിടുത്തെ വികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആദ്യം ആരംഭിക്കുവാൻ പ്രചോദനമായത്. പക്ഷെ അവിടെ കപ്പൽശാല വന്നപ്പോൾ അവിടെ വിട്ടു പോരേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നിട്ടാണ് ഇവിടെ പൊന്നുരുന്നിയിൽ ആശ്രമം ആരംഭിച്ചത്. ഈ ആശ്രമം ആരംഭിക്കുന്നതിനായിട്ട് വളരെയേറെ സഹായിച്ച വളരെ മഹത് വ്യക്തികളുണ്ട്. അട്ടിപ്പേറ്റി പിതാവുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പണി ഞങ്ങൾ ആരംഭിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പണി തുടങ്ങേണ്ട ആവശ്യത്തിനും ഇവിടുത്തെ സെൻറ്റ് റീത്താസ് ഹൈസ്കൂളിൻ്റെ ഹെഡ് മാഷായിരുന്ന ഇല്ലിപ്പറമ്പിൽ അച്ഛനുണ്ട്. ഇവിടുത്തെ CKC കോൺവെൻറ്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്. ഇവിടുത്തെ പണിയുടെ ഒരു ആർക്കിടെക്റ്റായിട്ട് ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട മൂഞ്ഞപ്പള്ളി അച്ഛനുണ്ട്. ഇതിൻ്റെ എല്ലാം മേസ്ത്രിയായിട്ട് പ്രവർത്തിച്ച ശബരിക്കുട്ടി മേസ്ത്രിയുണ്ട്. അതിലുപരിയായിട്ട് ജനങ്ങളുടെ ഒരു വലിയ സഹായവും
വലിയ സഹകരണവും കൊണ്ട് ധന്യനായ തിയോഫിനച്ചന് പൊന്നുരുന്നിൽ ബൃഹത്തായ ഒരു ആശ്രമം പണിതുയർത്തുന്നതിനും മനോഹരമായ ഒരു ദേവാലയം കെട്ടിപ്പടുക്കുന്നതിനും ഭാവിയിലോട്ട് വിദ്യാർത്ഥികളെ പൗരോഹിത്യത്തിന് പഠിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ സെമിനാരി പണിതുയർത്തുന്നതിനും സാധിച്ചു. ആ കാലത്തെ ഒരു വലിയ നേട്ടമായിരുന്നു ഇത്. അതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയുടെ ആ സംരക്ഷണത്തിൻ്റെയും ജനങ്ങളുടെ അകന്നിറഞ്ഞുള്ള ആ സഹകരണത്തിൻ്റെയും മൂലമായിരുന്നു. ഇതിവിടെ ആയിരുന്ന സമയത്ത്, ഈ പൊന്നുരുന്നി ആശ്രമത്തിലായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ സാന്നിധ്യമായിരുന്നു. വലിയ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 100 കണക്കിന് ആളുകൾ ഈ ധന്യനെ കാണുന്നതിന്, പ്രാർത്ഥന യാചിക്കുന്നതിന്, അനുഗ്രഹം തേടുന്നതിന്, ജീവിതത്തിൽ ശരിയായ ദിശ നേടിയെടുക്കുന്നതിന് എല്ലാം ഇവിടെ വരുമായിരുന്നു. അവരുടെ വീടുകൾ സന്ദർശിക്കുക, അവർക്ക് സാന്ത്വനം നൽകുക, അവരെ ചേർത്ത് പിടിക്കുക. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും അദ്ദേഹം ഒരു വലിയച്ഛനായിട്ട് മാറി. 1968 ഏപ്രിൽ 4 ദേവദാസൻ അല്ലെങ്കിൽ ധന്യനായ തിയോഫിനച്ചൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അന്ന് വെറും അദ്ദേഹത്തിന് 55 വയസ്സോളേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം നരച്ച് ഒരു വലിയ രോഗിയായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വലിയ ഭക്തിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അന്നും വലിയച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്നത് സമാധി ഇവിടെയുണ്ട്. അന്ന് തൊട്ട് ഈ 58 വർഷക്കാലത്തോളം ആ സമാധിയിൽ അദ്ദേഹത്തിൻ്റെ ആ ശരീരം മറവ് ചെയ്തിട്ടുള്ള ആ കുഴിമാടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വരികയും അനുഗ്രഹങ്ങൾ തേടുകയും മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർക്ക് തീർച്ചയായിട്ടും ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ധന്യനായ തിയോഫിനച്ചൻ വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ 58 വർഷത്തെ നീണ്ട കാലയളവിൽ ഒരു തടസ്സവുമില്ലാതെ കണ്ട് ഇത്രയധികം ജനങ്ങൾ എല്ലാ ദിവസവും വരികയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നുണ്ട്. മരിച്ചുപോയെങ്കിലും ആ ഒരു കരുതലും ആ ഒരു സാന്നിധ്യവും എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ സമാധി വിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്നു, പുഷ്പങ്ങൾ അവിടെ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു, ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്നു, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഒറ്റ കാരണം കൊണ്ടാണ്. അവിടെ നിന്ന് അനുഗ്രഹം വർഷിക്കപ്പെടുന്നുണ്ട്. ധന്യനായ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥം ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് തുടർച്ചയായിട്ടും തീർച്ചയായിട്ടും അനുഭവപ്പെടട്ടെ. ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 26 അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചതിൻ്റെ ആ ഒരു വിളംബരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘോഷം നമ്മുടെ ഈ ആശ്രമത്തിൽ വെച്ച് നടത്തുന്നത്. 26 ഏപ്രിൽ 26 രാവിലെ 10 മണിക്കാണ് ആ വിശുദ്ധ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവം അതിലോട്ട് ക്ഷണിക്കുന്നു. ധന്യനായ തിയോഫിനച്ചൻ്റെ അനുഗ്രഹം വഴി എന്തെങ്കിലും അനുഗ്രഹങ്ങൾ തേടുന്നവർ, അനുഗ്രഹം ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ആ വിവരം ഇതിൻ്റെ പോസ്റ്റ് ലെറ്റർ അറിയിക്കണം. അത് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും വലിയൊരു സഹായമായിരിക്കും. ധന്യനായ തിയോഫിനച്ചൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു. ആമേൻ.